ഉൽപ്പത്തി 21 അധ്യായം. അരുൾ ചെയ്തിരുന്നതുപോലെ കർത്താവ് സാറായെ സന്ദർശിച്ചു. കർത്താവ് അറിയിച്ചിരുന്നതുപോലെ സാറായോട് വർത്തിക്കുകയും ചെയ്തു. ദൈവം അബ്രാഹത്തെ അറിയിച്ചിരുന്ന നിശ്ചിത സമയത്ത് സാറ ഗർഭം ധരിച്ചു. അവൻ്റെ വാർദ്ധക്യത്തിൽ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. അബ്രാഹം തനിക്ക് ജനിച്ച പുത്രന്, സാറാ പ്രസവിച്ച പുത്രന് ഇസഹാക്ക് എന്ന് പേരിട്ടു. ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചിരുന്നതുപോലെ അവൻ തൻ്റെ പുത്രൻ ഇസഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദനം നടത്തി. പുത്രൻ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രാഹത്തിന് 100 വയസ്സായിരുന്നു. സാറാ പറഞ്ഞു, ദൈവം എനിക്ക് ചിരി ഉളവാക്കിയിരിക്കുന്നു, കേൾക്കുന്നവരെല്ലാം എന്നെ പ്രതി ചിരിക്കും. അവൾ തുടർന്നു, സാറ കുഞ്ഞുങ്ങളെ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നോ? എന്നാൽ ഞാൻ അവൻ്റെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ പ്രസവിച്ചിരിക്കുന്നു. കുഞ്ഞു വളർന്ന് മുലകുടി മാറി. ഇസഹാക്കിനെ മുലകുടി മാറ്റിയ ദിവസം അബ്രാഹം വലിയൊരു വിരുന്നു നടത്തി. ഈജിപ്തുകാരി ഹാഗാറിൻ്റെ പുത്രനെ, അബ്രാഹത്തിനായി അവൾ ജന്മം കൊടുത്തവനെ സാറാ കണ്ടു. അവൻ കളിക്കുകയായിരുന്നു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കിവിടുക. എൻ്റെ മകനോടൊപ്പം, ഇസഹാക്കിനോടൊപ്പം ആ അടിമപ്പെണ്ണിൻ്റെ മകൻ അവകാശിയാകാൻ പാടില്ല. തൻ്റെ പുത്രനെ സംബന്ധിച്ച ഇക്കാര്യം അബ്രാഹത്തിൻ്റെ ദൃഷ്ടികളിൽ ഏറെ സങ്കടകരമായിരുന്നു. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ ദാസിയെക്കുറിച്ചും സാറാ നിന്നോട് പറയുന്നതൊന്നും നിന്റെ ദൃഷ്ടികളിൽ സങ്കടകരമാകാതിരിക്കട്ടെ. അവളുടെ സ്വരം നീ ശ്രവിക്കുക. കാരണം നിന്റെ സന്തതി അറിയപ്പെടുന്നത് ഇസഹാക്കിലൂടെ ആയിരിക്കും. ദാസിയുടെ പുത്രനെയും ഞാനൊരു ജനതയാക്കും, കാരണം അവനും നിന്റെ സന്തതിയാണല്ലോ. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് അപ്പവും വെള്ളം നിറച്ച തുകൽ സഞ്ചിയുമെടുത്ത് ഹാഗാറിന് നൽകി. കുട്ടിയെ തോളിൽ വെച്ചുകൊടുത്ത് അവളെ പറഞ്ഞയച്ചു. അവൾ ബർഷബാ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ കുറ്റിച്ചെടികളിലൊന്നിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചു. കുട്ടിയുടെ മരണം ഞാൻ കാണാതിരിക്കട്ടെ എന്നു പറഞ്ഞ് അവൾ ഒരു അമ്പെയ്ത്തു ദൂരം മാറി എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. അവിടെ ഇരുന്ന് അവൾ സ്വരമുയർത്തി കരഞ്ഞു. അപ്പോൾ കുട്ടിയുടെ സ്വരം ദൈവം കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട് ചോദിച്ചു, ഹാഗാർ, നിനക്കെന്തു പറ്റി? നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ ദൈവം കുട്ടിയുടെ സ്വരം അവൻ ആയിരിക്കുന്ന ഇടത്തു നിന്ന് കേട്ടിരിക്കുന്നു. നീ എഴുന്നേറ്റ് കുട്ടിയെ എടുക്കുക, നിന്റെ കരം കൊണ്ട് അവനെ മുറുകെ പിടിക്കുക. ഞാൻ അവനെ വലിയൊരു ജനതയാക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ വെള്ളമുള്ള ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചിയിൽ വെള്ളം നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ വളർന്നു, മരുഭൂമിയിൽ പാർത്തു, സമർത്ഥനായ വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ അവനു വേണ്ടി ഈജിപ്ത് ദേശത്ത് നിന്ന് ഒരു ഭാര്യയെ കണ്ടെത്തി. അക്കാലത്ത് അബീമലെക്കും അവൻ്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് ഇപ്രകാരം പറഞ്ഞു, നീ ചെയ്യുന്നതിലെല്ലാം ദൈവം നിന്നോടുകൂടെയുണ്ട്. നീ എന്നോടും എൻ്റെ അനന്തരഗാമിയോടും പിൻതലമുറക്കാരോടും വ്യാജമായി വർത്തിക്കുകയില്ലെന്ന് ഇപ്പോൾ ദൈവത്തെക്കൊണ്ട് ഇവിടെ വച്ച് എന്നോട് ശപഥം ചെയ്യണം. ഞാൻ നിന്നോട് ചെയ്ത കാരുണ്യമനുസരിച്ച് എന്നോടും നീ പ്രവാസിയായി പാർത്തുവരുന്ന ഈ നാടിനോടും പ്രവർത്തിക്കണം. ഞാൻ ശപഥം ചെയ്യുന്നു. അബ്രാഹം പറഞ്ഞു. പിന്നീട് അബീമലെക്കിൻ്റെ ദാസന്മാർ പിടിച്ചെടുത്ത വെള്ളമുള്ള കിണറിനെ സംബന്ധിച്ച് അബ്രാഹം അബീമലെക്കിനെ കുറ്റപ്പെടുത്തി. അപ്പോൾ അബീമലെക്ക് പറഞ്ഞു, ആരാണ് ഇക്കാര്യം ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നീയാകട്ടെ എന്നെ അറിയിച്ചിരുന്നില്ല. ഇന്നല്ലാതെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല. അബ്രാഹം അബീമലെക്കിന് ആടുമാടുകളെ കൊണ്ടുവന്നു കൊടുത്തു. അവരിരുവരും ഒരു ഉടമ്പടിയുണ്ടാക്കി. അബ്രാഹം
ആട്ടിൻപറ്റത്തിലെ 7 പെണ്ണാടുകളെ മാറ്റി നിർത്തി. അബീമേലെക്ക് അബ്രാഹത്തോട് ചോദിച്ചു, നീ മാറ്റി നിർത്തിയിരിക്കുന്ന ഈ 7 പെണ്ണാടുകളുടെ അർത്ഥമെന്ത്? അവൻ പറഞ്ഞു, ഈ 7 പെണ്ണാടുകളെ എൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക വഴി ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് നീ തന്നെയായിരിക്കും എനിക്കുള്ള സാക്ഷി. ആ സ്ഥലത്തിന് ബർശബ എന്നു പേരുണ്ടായി, കാരണം അവിടെ വെച്ച് അവർ 2 പേരും ശപഥം ചെയ്തു. അങ്ങനെ ബർശബായിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി. അനന്തരം അബീമേലെക്കും സേനാപതിയായ ഫിക്കോളും എഴുന്നേറ്റ് ഫിലിസ്ത്യരുടെ നാട്ടിലേക്ക് പോയി. അബ്രാഹം ബർശബായിൽ ഒരു ഭാനുകവൃക്ഷം നട്ടുപിടിപ്പിക്കുകയും അവിടെ വെച്ച് കർത്താവിനെ നിത്യനായ ദൈവം എന്ന് വിളിക്കുകയും ചെയ്തു. അബ്രാഹം ഫിലിസ്ത്യരുടെ നാട്ടിൽ വളരെക്കാലം വിപ്രവാസിയായിരുന്നു.